ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഈ പിക്ക് ಆ್ಯಂಡ್ ಈಟ್ ವಿತ್ ಆರುಳ್ಳ ಚಾನಲ್ ಇದಕ್ಕೆ ಮುನ್ನೋ ನಾನು ಹಿಂದಿಲಿ ವಾಯ್ಸ್ ಓವರ್ ಕೊಡ್ತೋನೆ ಎಂದು ಚೊಮ್ಮೆ ನಂದು ಮದರ್ ಟಂಗ್ ಹಿಂದಿ ಆಯ್ತಿಕ್ಕರು. ಸೊ ನಾನು ಅದ್ರಲ್ಲಿ ಚೊಮ್ಮೆ ಕಾನ್ಫಿಡೆನ್ಸ್ ಆಯ್ತು, ನಾನು ಅವ್ರು ಕಂಫರ್ಟೇಬಲ್ ಆಯ್ತು ಪಲ್ಕಬಲ್ದೆ. ಬಟ್ ನಕ್ನಿಕ್ಲು ನಕ್ ಅತ್ತರೋರು ಕಾನ್ಫಿಡೆನ್ಸು പിന്നോർ അത്രയോർ കംഫർട്ടബിൾ ഉള്ള ലാംഗ്വേജ് അല്ല. ഞാൻ പഠിച്ചിരോ നണ്ടോ ഫ്രണ്ട് സർക്കിൾ സ്കൂളില് കോളേജില് പിന്നെ ನಾನು ಹಸ್ಬೆಂಡ್ ರೊಟ್ಟ ತೆಲ್ಪಲ್ಕನಿತೆ പഠിച്ചിരോ. ಸೊ ಚೊಮ್ಮತೆಲ್ಲ ಕೊರಿಯೆಲ್ಲ ಮಿಸ್ಟೇಕ್ಸ್ ಎಲ್ಲ ಆಯೋಂಟಿಕ್ಕರು. ഹസ്ബൻഡ് നണ്ടോ അതിരെ സമാക്കോണ്ടിക്കറ്, ഇന്നും സമാക്കവും ഉണ്ടു. സോ ನಾನು നിങ്ങളെല്ലാരൊട്ടും ഒരു റിക്വസ്റ്റ് ആക്കുறேன், ഇവിടെ എന്തും ഒരു നന്റെ പൽക്ക പറയുന്നതിൽ മിസ്റ്റേക്ക് ആയെങ്കിൽ നിങ്ങൾ അതിരെ നെഗറ്റീവ് ആയിട്ട് കಮೆಂಟ್ ಹಾಕೋದು ತೀರಾ ಪ್ಲೀಸ್ ನಂಗೆ ಸಪೋರ್ಟ್ ಹಾಕೋನು. ನಾನು ಪಲ್ಕರಿಗೂ ಟ್ರೈ ಹಾಕ್ರೆ എന്തും ಇಂಗ್ರೀಡಿಯನ್ಸ್ ಸ್ಪೆಷಲ್ ಆಯ್ತು ಇಂಗ್ರೀಡಿಯನ್ಸ್ ಬಿಸಿಯತ್ಲಿಂದ ಚೊಲ್ಲೋಗಿನಿಂಗ್ ನಕ್ ಅದು ಎಂದ್ರೆ ಚೊಲ್ಲೇಂಟ್ ಪಿಡಿಲೇಂಟ್ ನಾನು ಇಂಗ್ಲಿಷ್ ಇಲ್ಲೆಂಗ್ ಹಿಂದಿಲೇ ಚೊಲ್ಡೆ. ಸೊ ಎಲ್ಲಾರು ನಕ್ ಕೋಆಪರೇಟ್ ಆಯ್ತಿಕ್ಕೋನು. ನಾನು ಸಪೋರ್ಟ್ ಹಾಕ್ರಾರಂತೆ ಎಕ್ಸ್ಪೆಕ್ಟ್ ಹಾಕ್ರೆ ನಿങ്ങളൊട്ടുಗೂ. ಸೊ ನಾನು ಇಂದು ಚಿಕನ್ ಕೋರ್ಮತೆ ರೆಸಿಪಿ ನಿങ്ങളൊട്ടുಗೂ ಶೇರ್ ಆಗ್ರು. ನಾನು 4 വലിയ സൈസിലെ ടൊമാറ്റോ എടുത്തോണ്ട് ಲಾರ್ಜ್ ಸೈಜ್ರು അതേപോലെ ಲಾರ್ಜ್ ಸೈಜ್ 4 ಆನಿಯನ್ എടുത്തോളൂ. ನಾ ഇവിടെ ഷലട്ട് എടുത്തോണ്ടെ ജുമാ ഇന്നതില് ചൊമ്മെ ഡീപ് ക്ലീനിങ്ങും ഖുർആൻ ഓതോഗു പിന്നെ നിസ്കരിക്കുകയെല്ലാം ഇന്നതില് അതിലെല്ലാം ആയിട്ട് പിന്നെ മാർക്കറ്റ് മിക്കറ് ಸಂತೆ ಚಲ್ಡಾರಲ್ಲಿ അതിಕ್ಕರು. ಸೊ ಅವರೆಲ್ಲ ಹೋಗಿಕ್ಕರದಿಲ್ಲ ನಾನು ಬೇಗ ಬೇಗ ಸೊರಾಕಿ ಎಡ್ಕರು. ನಾನು അതിലായിട്ട് ನಾನು ചോപ്പറെ യൂസ് ആക്കിയിട്ടെല്ലാം ചോപ്പാക്കി എടുത്തേ. അതിൽ ഇട്ടിട്ട് നല്ല ചോപ്പാക്കി എടുത്തിട്ട് ನಾನು ഒരു കാസ്റ്റ് ಐರನ್ന്റെ കടായി എടുത്തോണ്ടെ അതിൽ 2 വലിയ ചമച്ചത്ര ഓയിൽ ഇട്ടിട്ട് ഓണിയൻ ഇട്ടിട്ട് സോഫ്റ്റ് ആവടത്തോളം ನಾನು കുക്കാക്കി എടുക്കണം. ನಾನು ಸಾಲ್ಟ್ ഇട്ടേ 1 ടീസ്പൂൺ അത്ര. ನಾನು പിന്നെ ಬೇನೆಂಗ್ നോക്കിയിട്ട് ബാക്കി ಸಾಲ್ಟ್ ഇടുവേ. ഇവിടെ ಸಾಲ್ಟ್ ಇಟ್ಟಿಂಗ್ ಬೇಗಮೇ ಆನಿಯನ್ ಉಂಡಲ್ಲಿ ಸಾಫ್ಟ್ ಆവുಡು. ഇവിടെ ഞങ്ങൾ ഓണിയന്റെ കളർ ചേഞ്ച് ആക്കോകില്ല, ബ്രൗൺ ആക്കോകു തീരാ. ബ്രൗൺ ആക്കിയെങ്കിൽ നിങ്ങൾ ചിക്കൻ കോർമത്തെ കളർ ഉണ്ടല്ലേ ബ്രൗണിഷ് പോലെ ഇല്ലെങ്കിൽ ബ്ലാക്ക് പോലെ ആയിട്ട് കൈപ്പടിക്കൂ. സോ ഞങ്ങൾ സോഫ്റ്റ് ആയാൽ പിന്നെ ഇതിക്ക് ഞങ്ങൾ സ്ലൈസ് ആക്കി വെച്ച് ടൊമാറ്റോരെല്ലാം ഇട്ടിട്ട് ഇതിനെ മുച്ചി വെച്ചിട്ട് ഞങ്ങൾ ഒരു 8 മിനിറ്റ്സ് അത്ര കുക്കാക്കി എടുക്കുക. ഇവിടെ ഞാൻ ചിക്കൻ്റെ നല്ല വാഷ് ആക്കിയത് ഉപ്പും വിനീഗർ ഇട്ടിട്ട് സോക്കാക്കി വെച്ചിന് ഹാഫ് ആൻ അവർക്ക്. അതിൽ വാഷ് ആക്കിയിട്ട് ഡ്രൈയിങ് ബാസ്ಕೆಟ್ಲಿ ಡ್ರೈ ಆക്കി എടുത്തോണ്ടെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് ನಾನು ഒരു പാക്കിൽ ഇട്ടിട്ട് വെക്കുവേ. വിത്ത് ബോണ്ട് ಬೇರೆ വെക്കുവേ, വിതൗട്ട് ബോണ്ട് ನಾ ಬೇರೆ വെക്കുവേ. ഇങ്ങനെ ആക്കിയിട്ട് ಬೇಕಿರೋದಿൽ ഞങ്ങൾക്ക് പിന്നത്തെ ബാക്കിയുടെ 6 days ഉണ്ടല്ലേ വീക്കിലെ അത് ഈസി ആവുಡು സൊറ ಹಾಕೋಗು. 1 day ಚೊಮ್ಮೆ ಸೊರ ಇಕ್ಕರು ಫ್ರೈಡೇ ರಂಡು ബാക്കി 6 days ഞങ്ങൾക്ക് ಚೊಮ್ಮೆ ರಿಲೀಫ್ ಆಯ್ತು ಸೊರ ಹಾಕೋಗವ್ರು. ഇതിൽ ഫ്രീസറിൽ വെച്ച് ಬಿಡ್ರೆ ಬೇನಾಯಪ್ಪ എടുത്തിട്ട് ഞങ്ങൾക്ക് ವಿದೌಟ್ ಬೋಂಡಿದಾಯಂಗೆ ಅದು ಎಡ್ಕೋಗವ್ರು, ವಿತ್ ಬೋಂಡಿದಾಯಂಗೆ ಅದು ಎಡ್ಕೋಗವ್ರು. അതേപോലെ വിങ്സ് ನಾ ಬೇರೆ ಮೇ ಬೆಚ್ಚಿ ಬಿಡ್ರೆ ಇಂದತ್ತು ಈ ವಾಯ್ಸ್ ಓವರ್ ಕೊಡ್ಕೊಂಡು ಟೈಮು నాకు ಮಿನಿಮಮ್ 8 times ನಾ ವಾಯ್ಸ್ ಓವರ್ ಕೊಡ್ತು ಮಿಸ್ಟೇಕ್ಸ್ ಸಮ ಹಾಕಿ ಕೊಡ್ತೇದು ಈ ವಾಯ್ಸ್ ಓವರ್. ഇതിൽ ಇನ್ನೂ നിങ്ങൾക്ക് മിസ്റ്റേക്ക് കണ്ടെങ്കിൽ പ്ലീസ് അതിനെ അവോയ്ഡ് ആക്കുರು, നിങ്ങൾ ഇഗ്നോർ ആക്കുರು. నాకు അത്രമേ ചൊല്ലോകാവൂരെ. ഇന്ന് ഓണിയനും ടൊമാറ്റോ ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിരു. ഇപ്പം ನಾನು ഇതിനെ എടുത്തിട്ട് മിക്സിക്ക് ഇട്ടിട്ട് തെല്ല കൂലാവുക വെച്ച് ಬಿಡ್ರೆ ಅದು നല്ല ചപ്പ ആവണം. ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സി യന്ത്രാവും ಸ್ಪಾಯಿಲ್ ಅವರು ಬೆಡಕಾಯ್ತು പോവു. ഓവർ ഹീറ്റില് നിങ്ങൾ അതിൽ റണ്ണിൽ വെച്ചെങ്കിൽ മിക്സിയിൽ റൺ ആക്കിയെങ്കിൽ മിക്സി ಬೆಡಕಾവും, മിക്സി പൊട്ടുற ಚಾನ್ಸಸ್ ಎಲ್ಲ ಇಕ್ಕರು. ಸೊ ಕೇರ್ಫುಲ್ ಆಯ್ತು നിങ്ങൾ എന്തും ആക്കുമ്പോഴത്തേക്ക് സൊറ ಕೇರ್ಫುಲ್ ಆಯ್ತು ಹಾಕರು. ಸೇಮ್ ಬನಾಲೆಯಲ್ಲಿ ನಾನು ഒരു വലിയ ചമച്ചത്ര ഓയിൽ ഇടുവേ, വലിയ സ്പൂൺ അത്ര ഓയിൽ ഇടുവേ, കയ്യിൽ ചൊല്ലാറല്ലേ അത്ര ഓയിൽ ഇടുവേ. ನಾನು ഇവിടെ 4 ಲವಂಗ 4 ಎಲ್ತರಿ 1 ಇಂಚರತ್ರ ಸಿನಮನ್ ಸ್ಟಿಕ್ 1 ಸ್ಟಾರ್ ಎನಿಸಿಟ್ರೆ 5-10 ಪೆಪ್ಪರ್ ಇಟ್ರೆ ಅದ್ರ ಪಾಪಪ್ ಆಯಿಲ್ പിന്നെ ಅದಕ್ಕೆ ನಾನು ಚಿಕನ್ ಇಟ್ಟು ಬಿಡುವೆ. ഞങ്ങൾ വാഷ് ആക്കിയിട്ട് ഡ്രൈ ആക്കി വെച്ചിരല്ലേ ആ ചിക്കൻ ഇട്ടിട്ട് ഇതിരെ സ്ലോ ഫ്ലെയിമിൽ ഞങ്ങൾ ಬೇವಾಟಿ എടുക്കുന്നു. ಚಿಕನ್ന്റെ ಕಲರ್ ഒരു ತೆಲ್ಲುಂಡಲ್ಲಿ ಯೆಲ್ಲೋಯಿಶ್ പോലെ ടേൺ ഔട്ട്, ഒരു ക്രീമിഷ് കളർ പോലെ ഗോൾഡനിഷ് കളർ പോലെ ടേൺ ഔട്ടല്ലേ അത്രത്തോളം ഞങ്ങൾ കുക്കാക്കി എടുക്കുന്നു. മിനിമം 40% അത്ര ഞങ്ങൾ ഇങ്ങനെ ಬೇವಾಟಿ എടുക്കുക.
ಚಿಕನ್ದು ಅಡಿ ಪಿಡಿಕೋಗು ಬಿಡಂಡ ಚಿಕನ್ ಅಡಿ പിടിച്ചിട്ടാണെങ്കിൽ പിന്നെ അതിൽ ഒരു എന്താവുള്ളൂ അത് ബ്ലാക്കിഷ് പോലെ ആയിപ്പോവും. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ അടി പിടിക്കോ ಬಿಡಂಡ ചിക്കൻ്റെ എല്ലാ തണ്ണി ഉണ്ടല്ലോ മെല്ലെ മെല്ലെ ಬಿಟ್ಟോണ്ട് ಬಂದು അത്രത്തോളം നാനൂടെ ഓണിയനും ടൊമാറ്റോയെ അതിൽ സോക്കാക്കി വെച്ച് 20 ബാദാം ഇട്ടിട്ട് പിന്നെ തെൽ ഐസ് ക്യൂബ്സ് ഇട്ട് ಬಿಟ್ರೆ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. അതിക്ക് ഒരു ബൗളിൻ്റെ അത്ര കേർഡ് ഉണ്ടല്ലേ അത് ഇട്ട് ಬಿಡೋರು. അത് ഇട്ടിട്ടും നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. എപ്പം കോർമത്തുക്ക് ഒരു സ്മൂത്ത് ആയ ഒരു പേസ്റ്റ് വേണിക്കറ്. സോ നിങ്ങൾക്ക് നിങ്ങളൊട്ട് ബാദാം ഇല്ലെങ്കിൽ ಕ್ಯಾಶು ಅವರು ಕ್ಯಾಶು ಇನ್ನೆಂಗುം ಅವರು ಎಳ್ಳು ಮಾತ್ರ ಇಟ್ಟಿರಂಡ. ಎಳ್ಳು ಇಡ್ರದು ಅತ್ತರೋರು നല്ല ടേസ്റ്റ് ಬಂದಿಲ್ಲ. അത് കഴിഞ്ഞിട്ട് എള്ളി ഇടണ്ട. എള്ളിടെ അവോയ്ഡ് ആക്കുറു. ഇവിടെ അത്രത്തോളം ഞങ്ങൾ ചിക്കൻ ഉണ്ടല്ലേ നല്ല വെന്തര് 40% അത്രത്തോളം വെന്തിട്ട് പോയത് ನಾನು ಮೀಡಿಯಂ ಫ್ಲೇಮ್ ಹಾಕಿ വെച്ചിരെ. ഇവിടെ 1.5 ടീസ്പൂൺ അത്ര ನಾನು ಚಿಲ್ಲಿ ಪೌಡರ್ ಇಟ್ಟೊಂಟುಲ್ಲೆ, ಮೊಲೋಡು ಪೊಡಿ ಇಟ್ಟೊಂಟುಲ್ಲೆ, 1/2 ಟೀಸ್ಪೂൺ ಅತ್ರ ಟರ್ಮರಿಕ್ ಪೌಡರ್ ഇട്ടോണ്ടുള്ളേ, മഞ്ഞളുടെ പൊടി ഇട്ടോണ്ടുള്ളേ, പിന്നെ 1 ടീസ്പൂൺ അത്ര കൊത്തമ്പരി പൊടി ഇട്ടിട്ട് നല്ല ഞങ്ങൾ മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ. ഈ മസാലയുടെ എല്ലാ റോ സ്മെൽ പോയിട്ട് പോകണം. മസാലയുടെ സ്മെല്ല് ഇന്നെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് എത്ര വേണമെങ്കിലും ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കറിയാക്കിയും അതിന് ഒരു ടേസ്റ്റ് വന്നില്ല. ഇവിടെ ഞാൻ കെറ്റലിൽ എപ്പോഴും വെച്ച തന്നെയാക്കി വേവിക്കണേ. എന്നുവെച്ചാൽ സ്പെഷ്യലി കറി ആക്കുമ്പോൾ ഞങ്ങൾ അതിക്ക് ചപ്പ തന്നെ ഇടുക തീര കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ ബെടക്കായി പോണ്ടു. അതിക്ക് എപ്പോഴും നിങ്ങൾ വെച്ച തന്നെ ഇടുള്ളൂ. ഞാൻ ഇവിടെ തെല്ലാക്കിയിട്ട് വെച്ച തന്നെ ഇട്ടിട്ട് ഈ മസാലയുടെ റോ സ്മെൽ പോണ്ട തോലും പച്ച മണം ഉണ്ടല്ലേ അത് പോണ്ട തോലും ഞാൻ കുക്കാക്കി എടുക്കുക. ഇവിടെ ഞാൻ ഇഞ്ചിരി ഉണ്ടല്ലേ ഉദ്ദത്ത് ജൂലിയൻസിൽ കട്ടാക്കി എടുത്തോണ്ട് വെല്ലുള്ളിയുടെ ഉണ്ടല്ലേ നല്ല ഫൈൻ ആയിട്ട് ചോപ്പ് ಹಾಕಿದೆ. ಅದು ಇಟ್ಟಿಟ್ಟು ತೆಲ್ಲು ತಣ್ಣಿ ಇಟ್ಟಿಟ್ಟು ನಂಗೆ ಬೇಬಾಟಿ എടുക്കുക. ഇവിടെ ഇഞ്ചിയും വെല്ലുള്ളിയുടെ റോ സ്മെൽ ഫുൾ ആയിട്ട് പോകുതീരാ. അതിൽ തെല്ല് ഉണ്ടല്ലേ സ്മെൽ ഇക്കോണു. അപ്പ ഒരു കോർമത്തുക്ക് ഒരു നല്ല ഒരു സ്മെല്ലും ഒരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്രത്തോളം അത് ആ ടൈപ്പിൽ വേവാട്ടോണു. ഇവിടെ ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ചിരല്ലേ അതിൽ ഇട്ട് ಬಿಡುವ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇഞ്ചിയും വെല്ലുള്ളി ഉണ്ടല്ലേ അതിൽ എല്ലാ റോ സ്മെല്ല് പോയിട്ട് പോണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ച് ആ പേസ്റ്റ് ഇട്ടിട്ട് നല്ല വേവാട്ടോണു. എന്തിച്ചെങ്കിൽ അതിലെ സൈഡ് മസാല എല്ലാം മുട്ട വന്നിട്ട് ഓയിലെല്ലാം അറുകില് നിൽക്കുക പോലെ ആവുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതില് ഞങ്ങൾ വേന പോലെ തെല്ലാക്കിയിട്ട് വെച്ച് തന്നെ ഇടുന്നു. ನಾನು ಮಿಕ್ಸಿಲಿ തന്നിക്കരല്ലേ അതിലുമേ തെല്ല് ഇതാക്കിയിട്ട് ഇട്ടുപുട്ടെ ഫസ്റ്റില്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ನಾನು തണ്ണീര് ഇടുവേ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോൾ ജാഗ്രത ആക്കറു. എന്നുവെച്ചാൽ തിക്കിക്കറല്ലേ ഗ്രേവി. അപ്പൊ അത് മേൽക്ക് പാറും നിങ്ങൾക്ക് കാണ്ടല്ലേ. അപ്പൊ കൈരും എല്ലാം നിങ്ങൾ ജാഗ്രത ആക്കിയിട്ട് കുക്കാക്കറു. നിങ്ങളെ സെൽഫിനെ ഫസ്റ്റ് കെയർ ആക്കറു. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണുക ಗೊತ್ತಾವು ಚಿಕನ್ ಆಲ್ಮೋಸ್ಟ್ ഒരു 60% ಹತ್ರ ಕುಕ್ ಆಯಿರು. ಇನ್ನು ನನ್ನ ಆದ್ರೆ ನಾನು 5 minutes ಕುಕ್ ಹಾಕಿಲ್ವೆ. അത്രത്തോളം ನಾನು കസ്തൂരി മേത്തിയുടെ തവത്തിൽ വെച്ചിട്ട് വെച്ചാക്കിയുള്ളൂ. ഇവിടെ എൻ്റെ ഹോം മെയ്ഡ് ഗരം മസാല ನಾನು 1 ടീസ്പൂൺ അത്ര ഇട്ടിട്ട് നല്ല മിക്സ് ആക്കുക. അഡീഷണലി വേറെ മസാല ഇടോക്ക് ജറൂരത്തിക്കില്ല. ഹോം മെയ്ഡ് ഗരം മസാലతో റെസിപ്പി എൻ്റെ ചാനലിലും ഉണ്ട്. പ്ലീസ് പോയിട്ട് നോക്കൂ. ഞാൻ ഇവിടെ കഴിച്ചമ്മേ കറി. അത് കഴിഞ്ഞിട്ട് ഞാൻ തെല്ല് വെച്ച തണ്ണി ആഡ് ആക്കിയോണ്ട് നോക്കിയിട്ട് തണ്ണീര് ഇടോറു. ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ കറി ഉണ്ടല്ലേ റെഡി ആയിരു. ഇത് ഞാൻ ഫൈനലായിട്ട് ഇവിടെ ചോപ്പാക്കി വെച്ച് ജൂലിയൻ കട്ടാക്കി വെച്ച് ജിഞ്ചർ കറി ലീവ്സ് പിന്നെ കൊത്തമ്പരി ചൊപ്പുരെ ഫൈൻ ചോപ്പാക്കിയിട്ട് ഇട്ടിട്ട് കസ്തൂരി മേത്തിരെ കയ്യിൽ നല്ല ക്രഷ് ആക്കിയിട്ട് ഇടൂ. കസ്തൂരി മേത്തിരെ ഒരു നല്ല ഒരു സ്മെല്ലുണ്ട്. സ്മെല്ലിലുള്ള അതൊരു ടേസ്റ്റ്. അത് കഴിത്ത് ഒരു പർട്ടിക്കുലർ ഇങ്ങനെ ടേസ്റ്റ് ഇല്ല. അത് നിങ്ങൾ ഇങ്ങനെ ബാഗിട്ട് നോക്കി അത് കയ്പേ വലടിക്കല്. ബട്ട് നിങ്ങൾ അതിൽ വെച്ചാക്കിയിട്ട് ക്രഷ് ആക്കിയിട്ട് ഇട്ടെങ്കിൽ കറിയും നിങ്ങളിത് അതിൽ സ്മെല്ലില് ഒരു നല്ല ടേസ്റ്റ് തണ്ട് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കറു. ഞങ്ങൾ ഇവിടെ ചിക്കൻ കോർമ ഉണ്ടല്ലേ റെഡി ആയിട്ട് നല്ല വെച്ച സെർവ് ആക്കറു. ഇതിൽ നിങ്ങൾ ചപ്പാത്തി റൊട്ടുകോ നാൻ റൊട്ടുകോ
പിന്നെ റോಟಿ ರೊಟ್ಟಿಗೂ ಪೋರಟ ತೊಟ್ಟಿಗೂ ವೈಟ್ ರೈಸ್ ರೊಟ್ಟಿಗೂ ಗೀ ರೈಸ್ ರೊಟ್ಟಿಗೂ ಎಲ್ಲ ಸರ್ವ್ ಆക്കാം. ಬಟ್ ನಾನು ഇവിടെ കോരി റൊട്ടി ರೊಟ್ಟಿಗೂ ಸರ್ವ್ ಹಾಕಿದೆ. ನಂಗೆ ಮೂನುಗು ಬೇನಿಂತ ಅದು ಕೈತ ನಾನು ಕೋರಿ ರೊಟ್ಟಿಗೂ ಹಾಕಿರೋ ಅವ್ನು ಚೆಮ್ಮ ಟೈಮ್లో ಚೊನ್ನೋಂಟಿನ ಅನ್ನಕ್ಕೆ ನಿಂಗ ಮಮ್ಮ ಅದು ಹಾಕ್ರು ಮಮ್ಮ ನಿಂಗ ಅದು ಹಾಕ್ರು. ಸೊ ನಾನು ಫ್ರೈಡೇ ರಂಡು ಹಾಕುಗೆ ಇಕ್ಕರಲ್ಲೇ ಸೊ ಅದು ಹಾಕಿನ್ನೆ ಬೆಚ್ಚ ಸರ್ವ್ ಹಾಕ್ರು. ನಾನು ചെല്ലതിലെന്തും അപ്പറിപ്പറായെങ്കിൽ പ്ലീസ് മാപ്പാക്കുറു. പിന്നെ എൻ്റെ ചാനൽ പിക്ക് ആൻഡ് ഇറ്റ്ക്ക് സപ്പോർട്ട് ആക്കുറു. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ആയെങ്കിൽ ഷെയർ ആക്കുറു, കമൻറ്റ് ആക്കുറു, പ്ലീസ് സബ്സ്ക്രൈബ് ആക്കുറു. താങ്ക് യു ഫോർ വാച്ചിങ്.